ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ ഹൈസ. മൂവാറ്റുപുഴ നിർമ്മല കോളേജിനു സമീപം അടഞ്ഞുകിടന്ന വീട് കുത്തി തുറന്ന് മോഷണം. പുൽപ്പറമ്പിൽ സെബാസ്റ്റ്യൻ മാത്യുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ മാത്രമാണ് നഷ്ടപ്പെട്ടത് എന്നാണ് പ്രാഥമിക നിഗമനം. മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ സമീപമാണ് കഴിഞ്ഞ രാത്രി അടഞ്ഞുകിടന്ന വീട്ടിൽ മോഷണം നടന്നത്. പുൽപ്പറമ്പിൽ സെബാസ്റ്റ്യൻ മാത്യുവിന്റെ വീടിന്റെ മുൻവാതിൽ കുത്തിത്തുറന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ മാത്രമാണ് മോഷണം പോയിട്ടുള്ളതെന്നാണ് നിഗമനം. വീടിന്റെ മുൻവാതിൽ കുത്തിത്തുറന്നതിനു ശേഷം അലമാരയും കുത്തിത്തുറന്ന് മോഷണം നടത്തി മോഷ്ടാവ് പിറകുവശത്തെ വാതിൽ തകർത്താണ് രക്ഷപ്പെട്ടത്. വീടിന്റെ ഉടമസ്ഥനായ സെബാസ്റ്റ്യൻ മാത്യു ദീർഘനാളായി വിദേശത്താണ്. വീട് നോക്കാൻ ഏൽപ്പിച്ചിരുന്ന ആളാണ് വിവരം രാവിലെ അറിഞ്ഞത്. ഇന്ന് രാവിലെ ഷാജിനെ നോക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന വീടാണ്. ഷാജി ഫോൺ ചെയ്ത് പറഞ്ഞ് വീടിൻ്റെ ഫ്രണ്ട് വാതിൽ കുത്തി തുറന്ന് കള്ളനകത്ത് കയറിയായിട്ട് തോന്നുന്നുണ്ട്, വരണം എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഇവിടെ വന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് വാതിൽ കുത്തിപ്പൊളിച്ച് അകത്ത് കയറി പിൻവാതിലും കുത്തിപ്പൊളിച്ചിരിക്കുന്ന അവസ്ഥ. അപ്പോൾ തന്നെ നമ്മൾ പോലീസിൽ അഭിപ്രായപ്പെട്ട് പോലീസിൽ പറഞ്ഞു. പോലീസിൽ നിന്ന് അപ്പോൾ തന്നെ ആൾ വന്നു, ഫോട്ടോയും എടുത്ത് കാര്യങ്ങൾ ചെയ്തു. ഇനി അവർ പറഞ്ഞു ഇങ്ങനെ നിൽക്കട്ടെ, ഫോറൻസിക് വിഭാഗം വരണം, കൂടുതൽ ഫിംഗറൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങളിവിടെ പോലീസിൽ കംപ്ലയിൻറ്റുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. സ്ഥല ഉടമയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ വീടിൻ്റെ ഉടമയെ നമ്മൾ പുറത്താണ്. പുള്ളി വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ഓർമ്മയിൽ കുറച്ച് സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞ അലമാരിയിൽ അത് നഷ്ടപ്പെട്ടതായിട്ടാണ് തോന്നുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ അടഞ്ഞു കിടക്കുന്ന വീടുകളിൽ ഇങ്ങനെ മോഷണശ്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ നോട്ട് ചെയ്തിട്ട് അകത്ത് കയറാൻ സാധനങ്ങൾ എടുത്തുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കരുതലും കൂടെ പരിസരവാസികൾ നമ്മുടെ വാർഡിലും മാറ്റ പരിസരത്തൊക്കെ ഒന്ന് കരുതലോട് ഇരിക്കണമെന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷ്ടാവിനായി മൂവാറ്റുപുഴ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.